യെസ്, അങ്ങനെ നാട്ടുവോട്ടിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വലിയ ആവേശത്തോടുകൂടി നമ്മൾ പറഞ്ഞു. അതേസമയം നമ്മുടെ മുറ്റത്ത് ഇതാ ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയുന്നത് വലിയ ആഘോഷം തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ ഓരോ മുന്നണികളും ഏത് തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ശബരിമല പ്രധാന വിഷയം തന്നെയാകുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന വിശ്വാസികളുടെ വികാരത്തെയും വിശ്വാസത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തത് എന്നുകൂടി അദ്ദേഹം ആരോപിക്കുന്നു. ഭക്തരെ വ്രണപ്പെടുത്തിയ സർക്കാർ നടപടിക്ക് തിരിച്ചടി ഉണ്ടാകും. വിജയം മാത്രം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് BJP നടത്തുന്നതെന്നും കുമ്മനം രാജശേഖരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് കൊല്ലത്തെ ഒരു പ്രതീക്ഷ? കൊല്ലത്ത് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം കൊല്ലത്തെ ജനങ്ങൾ LDFും UDFും കണ്ട് മടുത്തവരാണ്. എല്ലാം സഹിച്ചവരും ക്ഷമിച്ചവരും പുറത്തവരുമാണ്. പക്ഷേ ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, പൊറുക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു ജനസമൂഹമാണ് ഈ കൊല്ലത്തുള്ളത്. ഈ പ്രാവശ്യം കോർപ്പറേഷനുകൾ പിടിക്കും, അവിടെ ജയിക്കും, അവിടെ ഭരിക്കും. മുനിസിപ്പാലിറ്റികൾ ഭരിക്കും, പഞ്ചായത്തുകൾ ഭരിക്കും. കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല. കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടതൊരു വിമോചനമാണ്. LDFും UDFും കെട്ടിപ്പൊക്കിയ ബന്ധിച്ച ചങ്ങലക്കെട്ടുകളുണ്ട്. ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കണം. ജനങ്ങൾ ഒരു വിമോചനം ആഗ്രഹിക്കുകയാണ്. എന്തിൽ നിന്നാണ്? അഴിമതിയിൽ നിന്ന്, തട്ടിപ്പിൽ നിന്ന്, വെട്ടിപ്പിൽ നിന്ന്, കൊള്ളയിൽ നിന്നും ഒക്കെ ഒരു വിമോചനമാണ് ആവശ്യം. അവർക്ക് ആവശ്യം സംശുദ്ധ ഭരണമാണ്. ഇപ്പോൾ 2025 നിൽക്കുമ്പോൾ വീണ്ടും ശബരിമല ഇങ്ങനെ ഒരു വിഷയമായി തന്നെ നിൽക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരം, അവരുടെ വിശ്വാസം, അവരുടെ സങ്കല്പം, അവരുടെ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ അവർക്ക് പരമപ്രധാനമാണ്. മനുഷ്യനാകുന്നത് വെറും ആഹാരം കഴിച്ചിട്ട് മാത്രമല്ലല്ലോ. അവന്റെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം അവന് മനുഷ്യത്വം ഉണ്ടാവില്ല. അവന്റെ വിശ്വാസമുണ്ട്. അവനെ അവനാക്കി മാറ്റുന്നത് അവന്റെ ചില സങ്കല്പങ്ങളും വിശ്വാസങ്ങളുമാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ്. ജീവിത ധാർമ്മിക മൂല്യങ്ങളാണ്. അതിന് അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ശബരിമലയിൽ ഇന്ന് സർക്കാർ അവിടെ ഇടപെട്ടതിലൂടെ ഭക്തജനങ്ങളെ ആകെ വേദനിപ്പിക്കുന്ന, വ്രണപ്പെടുത്തുന്ന നടപടികളാണ് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരല്ലേ വാസ്തവത്തിൽ ഇതിന്റെ ഉത്തരവാദി. സർക്കാരും ദേവസ്വം ബോർഡും നേതൃത്വം കൊടുക്കുന്ന കൊള്ളയെക്കുറിച്ച് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. പക്ഷെ അതിവിടെ നടക്കുകയാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഉയർത്തുന്ന ഏത് വെല്ലുവിളികളെയും ഭീഷണികളെയും ചങ്കൂറ്റത്തോടുകൂടി നേരിടാൻ, എതിരിടാൻ, അതിജീവിക്കാനുള്ള കരുത്ത് ഭാരതീയ ജനതാ പാർട്ടി NDAക്കുണ്ട്. അത് കേരളം തെളിയിക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. വലിയ മുന്നൊരുക്കങ്ങൾ നടത്തി ഒന്നിച്ചുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയൊരു മാറ്റം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാനത്താകമാനം NDAയും BJPയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.